അപ്പൊ നമ്മൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ ഹിസ്റ്ററി ആയിരുന്നല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ 1929 വരെ നടന്നിട്ടുള്ള ഇൻസിഡൻസിനെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് 1929 ശേഷം എന്തൊക്കെ ഇൻസിഡൻസ് ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റെഡി അല്ലേ എല്ലാവരും? സോ ദ മാർച്ച് ടു ദണ്ഡി. ഓക്കെ, മാർച്ച് ടു ദണ്ഡി. ദണ്ഡി യാത്രയെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതൊക്കെ 1930 നടന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം അല്ലെ? 1930 നമ്മൾ ചെറുപ്പ ക്ലാസ്സുകളിലെ മുതലേ പഠിക്കുന്നതാണ് അല്ലെ? കുഞ്ഞി മക്കളായിരിക്കുമ്പോഴേ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഉപ്പു സത്യാഗ്രഹത്തെ പറ്റിയിട്ടൊക്കെ വൃത്തിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോ Purna Swaraj would never come on its own. It had to be fought for. In 1930, Gandhiji declared that he would lead a march to break the salt law. അല്ലെ? ഉപ്പിന്റെ നിയമം അല്ലെ? ഉപ്പിന്റെ മുകളിൽ ബ്രിട്ടീഷുകാരൊരു നിയമം കൊണ്ടുവന്നു. ആ ഒരു നിയമം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1930 ഗാന്ധിജി ഡിക്ലെയർ ദാറ്റ് ഹി വുഡ് ലീഡ് എ മാർച്ച് ടു ബ്രേക്ക് ദ സാൾട്ട് ലോ. അല്ലെ? ആ ഒരു ഉപ്പ് നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി ഒരു മാർച്ച് നടത്താൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയാണ്. എന്തായിരുന്നു ആ സാൾട്ട് ലോ പ്രകാരം? എന്തായിരുന്നു അവിടുത്തെ സാൾട്ട് ലോയുടെ പ്രശ്നം? എന്തായിരുന്നു? അക്കോർഡിംഗ് ടു ദിസ് ലോ, the state had a monopoly on the manufacture and sale of salt. എന്താണ്? സോൾട്ട് എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും. നിങ്ങൾക്ക് ഉപ്പില്ലാതെ നിങ്ങൾ ആരെങ്കിലും കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഇഷ്ടപ്പെടുമോ? സ്വീറ്റ് ഐറ്റംസ് അല്ലാതെ നമ്മൾ കറി ഉണ്ടാക്കുക എന്ന് പറയുമ്പം എല്ലാ ആൾക്കാരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനിപ്പോൾ ഏറ്റവും പൈസ ഉള്ള ആൾക്കാർ മാത്രമേ ഉപ്പ് യൂസ് ചെയ്യുന്നു പറയാൻ പറ്റുമോ? ഇല്ല. ഒട്ടും പൈസ ഇല്ലാത്ത ആൾക്കാരാണ് ഉപ്പ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അല്ലെ? പൈസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെച്ചിട്ടല്ല, എല്ലാ ആൾക്കാർക്കും ഉപ്പെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കുക്കിങ്ങിൽ. അപ്പൊ ഉപ്പില്ലാതെ നമുക്ക് ഒന്നും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ ഉപ്പ് എന്ന് പറയുന്ന ഒരു ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ബ്രിട്ടീഷ് സ്റ്റേറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? മോണോപോളി അല്ലെ? ഉപ്പ് ഉണ്ടാക്കുന്നതിൽ അവർ മോണോപോളി കാണിച്ചു. അതുപോലെ തന്നെ അതിന്റെ പൈസയൊക്കെ വളരെ അധികമായിട്ട് കൂട്ടി. അപ്പം സെയിൽ നടത്തുന്നത് ഈ ബ്രിട്ടീഷ് സ്റ്റേറ്റിന്റെ ഒരു അതോറിറ്റിയിൽ വരും. ആൻഡ് സെയിൽ ഓഫ് സോൾട്ടിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പൈസയാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് മഹാത്മാ ഗാന്ധി along with other nationalists reasoned that it was sinful to tax salt since it is such an essential item of our food. അല്ലെ? നമ്മുടെ ഫുഡിൽ ഇത്രയും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് സാൾട്ട്. ആ സാൾട്ടിന്റെ മുകളിൽ ടാക്സ് വെക്കുന്നത് സിൻഫുൾ ആണ് അല്ലെ? അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഗാന്ധിജി ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. And the salt march related the general desire of freedom to a specific grievance shared by everybody and thus did not divide the rich and the poor. അല്ലെ? poor rich എന്നൊന്നുമില്ല, എല്ലാ ആൾക്കാർക്കും വേണ്ട സാധനമാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ടാക്സ് ചുമത്തുന്നത് ശരിയല്ല. And Gandhiji and his followers marched for over 240 miles from Sabarmati to the coastal town of Dandi, where they broke the government law by gathering natural salt found on the seashore and boiling seawater to produce salt. ഗാന്ധിജി എന്ത് ചെയ്തു? 1930 എന്ത് ചെയ്തു? ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സും കൂടെ ചേർന്നിട്ട് 240 മൈൽ അല്ലെ? 240 miles ഫ്രം ഇവിടുന്ന് സബർമതിയിൽ നിന്നും തുടങ്ങിയിട്ട് ദണ്ഡി കടപ്പുറം വരെ അല്ലെ? ദണ്ഡി കോസ്റ്റൽ ടൗൺ ഓഫ് ദണ്ഡി വരെ മാർച്ച് ചെയ്തു. എന്നിട്ട് ഗവൺമെന്റ് ലോ ബ്രേക്ക് ചെയ്ത് അല്ലെ? മോണോപോളി സ്റ്റേറ്റിനുണ്ടായിരുന്നു അല്ലെ? ബ്രിട്ടീഷുകാർക്കായിരുന്നു അതിൻ്റെ ഉള്ള സോൾട്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾട്ട് ലോ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ഗാന്ധിജി ആൻഡ് ഇറ്റ്സ് ഫോളോവേഴ്സ് എന്ത് ചെയ്തു? ഈ വെള്ളം കുറുക്കി നിങ്ങൾക്കറിയാം അല്ലെ? ഉപ്പും വെള്ളവും ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറേ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് സോൾട്ട് മാത്രമായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കുറേ നേരം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഇവാപ്പറേറ്റ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് മാത്രം കിട്ടും. ഉപ്പ് നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ സൺലൈറ്റ് നല്ലപോലെ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ഈ വെള്ളം മൊത്തം ഇവാപ്പറേറ്റ് ആയി പോയിട്ട് നമുക്ക് സോൾട്ട് മാത്രം കിട്ടും. അപ്പം ഉപ്പും കടൽ വെള്ളത്തിൽ ഉപ്പുണ്ട്. അപ്പം എന്ത് ചെയ്തു? ഇവരെന്ത് ചെയ്തു? കടൽ വെള്ളം കുറുക്കി, അതായത് കടൽ വെള്ളം കുറേ നേരം ചൂടാക്കിയിട്ട് എന്ത് കിട്ടു? അതൊരു ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണല്ലേ? അപ്പം അങ്ങനെ കടൽ വെള്ളം കുറുക്കിയിട്ട് ഇവര് ഉപ്പെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ട അല്ലെ? എല്ലാ ഇന്ത്യക്കാരും അറിഞ്ഞിരിക്കേണ്ട മൂവ്മെന്റ് ആണ്
സോ എന്താ ചെയ്തിട്ടുള്ളത്? ഗാന്ധിജി ആൻഡ് ഹിസ് ഫോളോവേഴ്സ് marched for over 240 miles from Sabarmati to the coastal town of Dandi, where they broke the government law by gathering natural salt found on the seashore and boiling seawater to produce salt. Peasants, tribals, and women participated in large numbers. A business federation published a pamphlet on the salt issue. The government tried to crush the movement through brutal action against peaceful satyagrahis. Thousands were sent to jail. അല്ലെ, ഗവൺമെന്റ് എന്താ ചെയ്തത്? നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ച സമയത്തല്ലേ, ഈ സംഘടിതമായിട്ടുള്ള ഒരു കാര്യത്തിന് എന്ത് ചെയ്തു? ഗവൺമെന്റ് ബ്രൂട്ടലി ആണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരെ എന്ത് ചെയ്തു? ജയിലിലേക്ക്. അല്ലെ, ഗവൺമെന്റ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ് ആണ്. അല്ലെ, അപ്പം ഗവൺമെന്റ് എന്ത് ചെയ്തു? ആയിരക്കണക്കിന് ആൾക്കാരെ ജയിലിലേക്കാക്കി. ഇത് ഗാന്ധിജിയെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പാർട്ടായിട്ട് ഇന്ത്യയിലെ പല പല സമുദ്ര പ്രദേശങ്ങളിൽ എന്തുണ്ടായിരുന്നു? ഉപ്പ് കുറുക്കിക്കൊണ്ട് ഈ സോൾട്ട് ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് the combined struggles of the Indian people bore fruit when the Government of India Act 1935 prescribed provincial autonomy and the government announced election to the provincial legislators in 1937. അപ്പം ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നടന്നു. കമ്പൈൻഡ് സ്ട്രഗിൾസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ബോർ ഫ്രൂട്ട് വെൻ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. എന്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ആക്ട് പറയുന്നത്? പ്രൊവിൻഷ്യൽ ഓട്ടോണമി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഡിസൈഡ് ചെയ്യാണ്. എന്ത് ചെയ്തു? ഗവൺമെന്റ് എന്ത് പറഞ്ഞു? ഇലക്ഷൻസ് ടു ദ പ്രൊവിൻഷ്യൽ ലെജിസ്ലേച്ചേഴ്സ് ഇൻ 1937. അപ്പൊ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 1937 ഓരോ പ്രൊവിൻസസിലായിട്ട് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. എന്താ ഇലക്ഷൻ കണ്ടക്ട് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത്? എന്താ ഇലക്ഷൻ കണ്ടക്ട് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? The Congress formed governments in 7 out of 11 provinces. അപ്പം ഇന്ത്യക്കാരില് കോൺഗ്രസിന് 11 7 പ്രൊവിൻസസില് കോൺഗ്രസിന് ഗവൺമെന്റ് ഫോം ചെയ്യാൻ പറ്റി. 7 സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചു. അങ്ങനെ ജയിച്ച സമയത്ത് ഇൻ സെപ്റ്റംബർ 1939 ആഫ്റ്റർ 2 years of Congress rule in the provinces, the Second World War broke out. അങ്ങനെ കോൺഗ്രസിന് 7 പ്രൊവിൻസസ് കിട്ടി. 2 വർഷത്തിന് ശേഷം 1939 വീണ്ടും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് വരികയാണ്. Critical of Hitler, Congress leaders were ready to support the British war effort. അല്ലെ, ഹിറ്റ്ലർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്യാം, അല്ലെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യാം. അല്ലെ, 7 സീറ്റ് ഉണ്ട്. അപ്പം അതില് കോൺഗ്രസ്സുകാർ പറയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തോളാം നിങ്ങളെ വാറിന്, അല്ലെ ബ്രിട്ടീഷുകാരെ നമ്മൾ വാറിന് ഹെൽപ്പ് ചെയ്തോളാം. ബട്ട് ഇൻ റിട്ടേൺ ദേ വാണ്ടഡ് ദാറ്റ് ഇന്ത്യ ബി ഗ്രാൻഡഡ് ഇൻഡിപെൻഡൻസ് ആഫ്റ്റർ ദി വാർ. എന്താണ് അവിടെ ഒരു ഗ്യാരണ്ടി പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അവിടെ അവർ ആവശ്യപ്പെടുന്നത്? പകരം ഞങ്ങൾ നിങ്ങളെ യുദ്ധത്തിലൊക്കെ ഞങ്ങൾ സഹായിച്ചോളാം, പക്ഷെ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഷുഡ് ബി ഗ്രാൻഡഡ് ഇൻഡിപെൻഡൻസ്, അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരുമെന്ന് നിങ്ങൾ ഉറപ്പ് തരുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ യുദ്ധത്തിൽ നിങ്ങളെ സഹായിക്കാം എന്ന് പറയുകയാണ്. The British refused to concede the demand. ബ്രിട്ടീഷുകാർ സമ്മതിച്ചോ അതിന്? ഇല്ല. And the Congress ministers resigned in protest. കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് എന്ത് ചെയ്തു? അല്ലെ, അത് സാധ്യമാക്കാത്തത് കാരണം കോൺഗ്രസ് മിനിസ്റ്റേഴ്സ് റിസൈൻ ചെയ്തു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വിമൻ ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. അംബാബായ് ഫ്രം കർണാടക. ഫ്രീഡം സ്ട്രഗിളില് വിമൻ പാർട്ടിസിപ്പൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫ്രീഡം മൂവ്മെന്റ്സിൽ അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിൾസിൽ നിങ്ങൾ ഏതെങ്കിലും ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഫീമെയിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ഫീമെയിൽ ലീഡേഴ്സിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, സരോജിനി നായിഡുവിനെ കേട്ടിട്ടുണ്ടാവും അല്ലെ. യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് അല്ലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ആൻഡ് വിമൻ ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ നാഷണൽ മൂവ്മെന്റ്.
young and the old, single and married. They came from rural and urban areas, from both conservative and liberal homes. അപ്പം ഇന്ത്യയിൽ ഒട്ടുക്കമുള്ള അല്ലെ ഇന്ത്യയിൽ ടോട്ടലായിട്ടുള്ള ഫീമെയിൽ പാർട്ടിസിപ്പൻസ് വരികയാണ് സ്വാതന്ത്ര്യം ഫൈറ്റിലേക്ക് വേണ്ടിയിട്ട്. ചിലപ്പം സിംഗിൾ ആയിരിക്കും, മാരീഡ് ആയിരിക്കും, റൂറൽ ഏരിയയിൽ നിന്നായിരിക്കും, അർബൻ ഏരിയയിൽ നിന്നായിരിക്കും, കൺസർവേറ്റീവ് അല്ലെങ്കിൽ ലിബറൽ ഹോംസ്. എല്ലാ ആൾക്കാരും ഇൻഡിപെൻഡൻസിന്റെ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരികയാണ്. Their involvement was significant for the freedom struggle, for the women's movement and for themselves personally. അല്ലെ അവർ പുറത്തേക്ക് വരിക അല്ലെ ഇൻഡിപെൻഡൻസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈവൻ ബ്രിട്ടീഷുകാർക്ക് പോലും അല്ലെ. So both British officials and Indian nationalists felt that women's participation gave the national struggle an immense force. അല്ലെ നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ നായകന്മാരെ പോലെ തന്നെ ബ്രിട്ടീഷുകാരും മനസ്സിലാക്കുകയാണ് അല്ലെ ഇതിനകത്ത് ഫീമെയിൽസ് അല്ലെങ്കിൽ വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആണ്. വിമൻ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആവുമെന്ന് ബ്രിട്ടീഷുകാര് മനസ്സിലാക്കുകയാണ്. And participation in the freedom movement brought women out of their homes, gave them a place in the professions, in the governance of India, and it could pave the way for equality with men. അല്ലെ വിമൻ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ് മെന്നെ മാത്രമല്ല അല്ലെ മെന്നിനും വേണ്ടി മാത്രമല്ല അല്ലെ മെന്നെ പോലെ തന്നെ ഈക്വൽ ആണ് ഫീമെയിൽ പാർട്ടിസിപ്പേഷനും എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. Ambabai of Karnataka had been married at the age of 12. അല്ലെ 12 വയസ്സിലാണ് അംബാബായി മാരി ചെയ്തിട്ടുള്ളത്. widowed at 16 അല്ലെ 16ാമത്തെ വയസ്സിൽ വിഡോ ആവുകയാണ്. She picketed foreign cloth and liquor shops in Udupi. She was arrested, served a sentence and was re-arrested. Between prison terms, she made speeches, taught spinning and organized Prabhat ferries. അല്ലെ ഒത്തിരി കാര്യങ്ങൾ അല്ലെ സ്പീച്ചസിലൂടെ എല്ലാം പ്രൊട്ടസ്റ്റ് ചെയ്യാണ് അംബാബായ്. അംബാബായ് റിഗാർഡഡ് ദീസ് ആസ് ദ ഹാപ്പിയസ്റ്റ് ഡേയ്സ് ഓഫ് ഹർ ലൈഫ്. ആ ദിവസങ്ങളാണ് അംബാബായിയുടെ ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേയ്സ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഗേവ് അറ്റ് എ ന്യൂ പർപ്പസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. Women, however, had to fight for their right to participate in the movement. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളല്ലേ അംബാബായി. And during Salt Satyagraha, for instance, even Mahatma Gandhi was initially opposed to women participation. അപ്പം സാൾട്ട് സത്യാഗ്രഹത്തിന്റെ സമയത്ത് പോലും മഹാത്മാഗാന്ധി ആ ഒരു സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റിന്റെ സമയത്ത് മഹാത്മാഗാന്ധി ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? എല്ലാ ആണുങ്ങളായിട്ടുള്ള ആൾക്കാർ അല്ലെ മെയിൽസ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിമൻ എന്ത് ചെയ്യുക വീട്ടുകാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മക്കളെയൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വീട്ടിലിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരുന്നു മഹാത്മാഗാന്ധി ഇനീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിമൻ വന്നു, സ്ത്രീ സാന്നിധ്യം വന്നു. ആൻഡ് സരോജിനി നായിഡു ഹാഡ് persuaded him to allow women to join the movement. ആരാണ് വരുന്നത് ഗാന്ധിജിയുടെ കൂടെ? സരോജിനി നായിഡു എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഫീമെയിൽ ലീഡർ വരെയാണ് സരോജിനി നായിഡു അല്ലെ. കാണുന്നില്ലേ നിങ്ങൾ പിക്ചർ? ആൻഡ് സരോജിനി നായിഡു വിത്ത് മഹാത്മാ ഗാന്ധി പാരീസ് 1931 ആക്റ്റീവ് ഇൻ ദി നാഷണൽ മൂവ്മെന്റ്. ആ ഒരു പാരീസിൽ എടുത്ത ഫോട്ടോയാണ് ഈ കാണിച്ചിരിക്കുന്നത്. Since the early 1920s, Naidu was a significant leader of the Dandi March. She was the first Indian woman to become president of Indian National Congress. 1925 she was the first Indian woman അല്ലെ ഇന്ത്യൻ വിമനിൽ ആദ്യത്തെ ഇന്ത്യൻ വിമൻ ആണ് INC പ്രസിഡന്റ് ആയിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ്. 1925 ആദ്യത്തെ ഫീമെയിൽ ആയിരുന്നു ആരെന്ന് പറയുന്നത്? സരോജിനി നായിഡു എന്ന് പറയുന്ന ഫീമെയിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വീർ ലഖാൻ നായക് വാസ് ഹാങ്ഡ്. ബാജി മുഹമ്മദ്, president of the Nabrangpur Congress, Orissa in the 1930s, reports on August 25, 1942, 19 people died on the spot in police firing at Paparandi in Nabrangpur.
Many died thereafter from their wounds. Over 300 were injured. More than 1,000 were jailed in Koraput district. Several were shot or executed. അല്ലെ, ഒത്തിരി ആൾക്കാർ ഒത്തിരി കാര്യങ്ങൾ അല്ലെ, ഒത്തിരി ആൾക്കാർ മരിച്ചുപോയി, ഒത്തിരി ആൾക്കാർക്ക് ഇഞ്ചുറീസ് സംഭവിച്ചു, ഒത്തിരി ആൾക്കാർ വൂണ്ട് വന്നു അല്ലെ, അവർ ലൈഫ് ലോങ് വൂണ്ട് ഇഞ്ചുറീസ് സഫർ ചെയ്യുന്ന ആൾക്കാർ. Several were shot or executed. Veer Lakha Nayak, a legendary tribal leader who defied the British, was hanged. Nayak Baji tells us, was not worried about being executed, only said that he would not live to see freedom's dawn. അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ല അയാളുടെ വിഷമം, അയാൾക്ക് സ്വാതന്ത്ര്യ പുലരി കാണാൻ അല്ലെ, ഫ്രീഡം ഡൗൺ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷമം എന്ന് പറയുന്നത്. ആൻഡ് ബാജി മുഹമ്മദ് mobilized 20,000 people to join the national struggle. He offered satyagraha many times over. He participated in protest against the Second World War and in Quit India movement and served long jail terms. So, Quit India movement, August 1942. 1942 ഓഗസ്റ്റ്, മന്ത് ഓഫ് ഓഗസ്റ്റിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നത്. സോ demonstrators clashed with the police everywhere. Many thousands were arrested, over 1,000 killed, many more injured. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യ ക്വിറ്റ് ചെയ്യുക അല്ലെ, ഇന്ത്യ വിടാന്നാണ് അതിനർത്ഥം അല്ലെ, ബ്രിട്ടീഷുകാരടുത്ത് പറയാണ് ക്വിറ്റ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അല്ലെ. ഒരു തരത്തില് ചില ആൾക്കാർ പറയുന്നത് ഗാന്ധിജിയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുക്കേണ്ട ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി അവിടെ വരുന്നുണ്ട്. പലപ്പോഴും സുഭാഷ് ചന്ദ്രബോസിന് വേണ്ടത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല എന്നും ചില വിമർശനങ്ങളുണ്ട്. സോ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ലീഡർ ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. ആൻഡ് എ റാഡിക്കൽ നാഷണലിസ്റ്റ് ആയിരുന്നു വിത്ത് സോഷ്യലിസ്റ്റ് ലേണിംഗ്സ്. ബോസ് ഡിഡ് നോട്ട് ഷെയർ ഗാന്ധിജീസ് ഐഡിയൽ ഓഫ് അഹിംസ. സുഭാഷ് ചന്ദ്രബോസ് എന്താ പറയുന്നത്, നമ്മളിങ്ങനെ അഹിംസ, നോൺ വയലന്റ് ആയിട്ട്, നമ്മൾ വയലൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോൺ വയലന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടില്ല അല്ലെ. ബോസ് വാസ് അഗെയിൻസ്റ്റ് not share Gandhiji's ideals of ahimsa, though he respected him as the father of the nation. അല്ലെ, സുഭാഷ് ചന്ദ്രബോസ് ഫാദർ ഓഫ് നാഷൻ ആയിട്ട് ഗാന്ധിജിയെ റെസ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഐഡിയാസ് ആയിട്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ ഐഡിയാസിന് അത്ര മാച്ച് അല്ലായിരുന്നു. In January 1941, he secretly left his Calcutta home, went to Singapore via Germany, and raised the Azad Hindu from British control. In 1944, forged the Indian National Army. INA, Indian National Army. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA ആളാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് INA, Indian National Army സ്റ്റാർട്ട് ചെയ്തത്. To free India, the Indian National Army tried to enter India through Imphal and Kohima, but the campaign failed. The INA members were imprisoned and tried. People across the country from all walks of life participated in the movement against the INA trials. So, ഇതാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന വ്യക്തി. സോ ഇദ്ദേഹത്തിന്റെ കഥകൾ, ഒത്തിരി കഥകളുണ്ട് സുഭാഷ് ചന്ദ്രബോസിന്റെ, പല ടൈപ്പ് മൂവ്മെന്റ്, ഒത്തിരി കാര്യങ്ങളുണ്ട് സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇപ്പൊ പഠിക്കാനുള്ളൂ. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് മക്കളെ നമ്മൾ ഈ ഒരു സെഷനിൽ പഠിച്ചിട്ടുള്ളത്? ദണ്ഡി മാർച്ചിനെ പറ്റി പറഞ്ഞു അല്ലെ, 1930 സോൾട്ട് ലോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മാർച്ച് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ വിമൻ ഇമ്പോർട്ടൻസ്, അംബാബായ് ആൻഡ് സരോജിനി നായിഡുവിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഗാന്ധിയൻ മൂവ്മെന്റിൽ സരോജിനി നായിഡുവിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. INC, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് ഫീമെയിൽ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു എന്ന് നമ്മൾ പറഞ്ഞു. ആൻഡ് വീർ ലഖ നായിക്കിനെ പറ്റി പറഞ്ഞു. ക്വിറ്റ് ഇന്ത്യ
മൂവ്മെന്റിന്റെ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തന്നു. സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. INA സ്ഥാപകനാണ് അല്ലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ പഠിക്കാം. താങ്ക് യു.